ഹലോ ഗൈസ്, അപ്പോൾ ഓണം വ്ലോഗിലേക്ക് വെൽക്കം. രാവിലെ എന്നെ കുളിച്ചൊരുങ്ങി, അത്ര രാവിലെ അല്ല കേട്ടോ, എന്നാലും കുളിച്ചൊരുങ്ങി അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പോയതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് അമ്പലത്തിലെ വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞാൽ 2-3 പിക്കും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ, എന്നാലേ നമുക്ക് സ്റ്റോറി എന്തെങ്കിലുമൊക്കെ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ് ഗൈസ്. പിന്നെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോയി. എന്തൊക്കെ ഉണ്ടെങ്കിലും ഫുഡ് അടിയിൽ തന്നെ നമ്മൾ അവസാനം വന്ന് എത്തുള്ളൂ, അത് വേറെ കാര്യം. രാവിലെ തന്നെ നല്ല സാമ്പാറും ചമ്മന്തിയും അതേപോലെ ഇഡലിയും ഉണ്ടായിരുന്നു ഗൈസ്. സാമ്പാറിന് ഞാൻ മൈൻഡാക്കാൻ വേണ്ടി പോയില്ല, ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ ഒരു മൂഡുണ്ടായിരുന്നില്ല. എനിക്കൊരു മൂഡുണ്ടെങ്കിലേ ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഞാനത് കഴിക്കത്തില്ല. അങ്ങനെ ഒരു സാധനമാണ് ഗൈസ് അങ്ങനെ ഞാൻ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ പൂവിടാൻ വേണ്ടിയിട്ട് പോയി. പൂവിടുന്നത് ആക്ച്വലി പ്ലാനിലുണ്ടായിരുന്ന ഒരു സംഭവമല്ല. ഇന്നലെ, അതായത് തലേ ദിവസം ചിപ്പി പൂവിടാൻ വരുന്നോ? അത് മൈൻഡാക്കണ്ട, ആ കുരിപ്പിങ്ങനെ ഇടയ്ക്ക് വന്നും പോയി നിൽക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, തലേ ദിവസം ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത സമയത്ത് അവർ ഫ്രീ ആയിട്ട് കുറച്ച് പൂവ് കൊണ്ട് തന്നു ഗെയ്സ്. അത് ഒരു കളറുള്ള പൂവേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കളർ വെച്ച് പൂക്കളം ഇട്ടു. ഫ്ലാറ്റിലായതുകൊണ്ട് പൂക്കളം ഇടുന്നത് കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ ആ പണിക്ക് പണ്ടേ നിൽക്കാറില്ല. പിന്നെ ഉച്ചയായി ഗെയ്സ്, എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും. പിന്നെ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ ഉച്ചയായപ്പോൾ നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഇപ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കിയില്ല ഗെയ്സ്, ഫുൾ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടാവും എന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് നല്ലതാണെങ്കിൽ ഞാൻ ഹാപ്പി. അതാണ് ഇത്രയും എക്സ്പ്രഷൻ വന്നത്. അത് ഉള്ളിന്ന് വന്ന എക്സ്പ്രഷന്. ഉള്ളി, ഐ മീൻ ഒനിയൻ നോട്ട്. പിന്നെന്തായിരിക്കും, ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. അപ്പോൾ അത്രയൊക്കെയുള്ള ഗൈസ്. ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ അടുത്ത വ്ളോഗായിട്ടിരുന്നായിരിക്കും. ബൈ ബൈ.